പല വിധത്തിലുള്ള ജനങ്ങൾ, ഒരുപക്ഷെ മറ്റു പാർട്ടികളുടെ ജാഥയ്ക്ക് പോകുന്നവരുടെ വോട്ട് പോലും ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് നിങ്ങൾ എവിടെ പരിശോധിച്ചാലും, ഏത് രംഗത്ത് മാധ്യമ സുഹൃത്തുക്കൾ ഇറങ്ങി പരിശോധന നടത്തിയാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളതോളം. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ കൃത്യമായ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ, ഗുരുജനങ്ങളായിട്ടുള്ള ആളുകൾ, അത് മുസ്ലിം വിഭാഗത്തിലെ ആണെങ്കിലും ഹിന്ദു വിഭാഗത്തിലെ ആണെങ്കിലും ഒക്കെ, ഇനി ഒരുവിധ ഇതിലും ഇല്ലാത്ത ആളുകളാണെങ്കിലും എല്ലാവരുടെ ഗുരുജനങ്ങളും ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് ആത്മീയാചാര്യന്മാർ വളരെ നല്ല ഒരു സമീപനമാണ് സുരേഷ് ഗോപിയോട് പുലർത്തിപ്പോന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം ഏതാണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രമാണ്, അത് തൃശ്ശൂരാണ്. ജൂൺ 4-ാം തീയതി സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ ഇന്ന് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദേശീയവാദികളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ. ഈ സമയത്ത് ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു കരുവന്നൂർ. ഈ കരുവന്നൂര് നിലനിൽക്കുന്നതോ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലുമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങൾക്കിടയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല ഇത്തവണത്തേത്. BJP വിജയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് ഇരിഞ്ഞാലക്കുടയുടെ BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കൃപേഷ് ചെമ്മണ്ട നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഈ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ പ്രവർത്തന പദ്ധതികൾ എങ്ങനെയായിരുന്നു? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരു വേറിട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം എന്ന് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അതുകൊണ്ട് തന്നെ വളരെ ജനശ്രദ്ധയെ ആകർഷിച്ചു. മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ജനങ്ങൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ നേട്ടങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും നിലവിലുള്ള ഉണ്ടായിരുന്ന MP-യുടെ കാര്യങ്ങളും നിലവിൽ മത്സരിക്കുന്നവരുടെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഒരു ഉത്സവ ഛായയിലായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് നിരവധി തെരഞ്ഞെടുപ്പുകൾ നേരിട്ട ആ ഒരു എളിയ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തന്നെയായിരുന്നു ഇവിടെ BJP സ്ഥാനാർത്ഥി. അപ്പോൾ അന്ന് എത്ര വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് പിടിക്കാൻ സാധിച്ചത്? അല്ലെങ്കിൽ ഇത്തവണ അതിനെ മറികടന്നുകൊണ്ട് എത്ര വോട്ടുകൾ BJP പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ വെറും ഒരു 10-12 ദിവസത്തെ ഒരു കാലയളവിലാണ് ശ്രീ സുരേഷ് ഗോപി മത്സരത്തിന് ഇറങ്ങുന്നത്. വളരെ ലേറ്റായിട്ടാണ് അന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. ആ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ചുരുങ്ങിയ പ്രവർത്തനം കൊണ്ട് തന്നെ 2,95,000-ഓളം വോട്ട് നമുക്ക് നേടാൻ സാധിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സംബന്ധിച്ച് 42,000-ലധികം വോട്ട് നേടാൻ സാധിച്ചു. വളരെ ഒരു മിന്നുന്ന പ്രകടനമായിരുന്നു അന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചത്. തുടർന്ന് അങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. വാർഡ് മെമ്പർമാരുടെ എണ്ണത്തിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. മറ്റു പല പ്രവർത്തനങ്ങളിലും അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കഴിഞ്ഞ 2019 മത്സരിച്ചതിന് ശേഷവും അദ്ദേഹം സ്ഥിരമായിട്ട് തൃശ്ശൂരിലുണ്ട്. അദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വലിയ സുപരിചിതനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി കുറേ ദിവസങ്ങൾ പ്രവർത്തനത്തിന് കിട്ടി. അതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ കൃത്യമായി പൊതുജനങ്ങളുടെ പണം മോഷ്ടിക്കാതെ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് വികസനം എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ്, അത് നടപ്പാക്കുമെന്നുള്ള ആർജവത്തോടെയുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പാർട്ടിയും ഒരുപക്ഷെ നരേന്ദ്രമോദിജിയുടെ സർക്കാർ രണ്ടാമതും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ നിരവധി ഉദാഹരണങ്ങൾ, അത് സാധാരണ കർഷകന് കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധി മുതൽ മുദ്രാ യോജന പ്രകാരമുള്ള ഓട്ടോറിക്ഷ വാങ്ങലും ചെറിയ ഫർണിച്ചർ വർക്കർക്ക് കിട്ടുന്ന ഈടില്ലാത്ത വായ്പ വരെ, എന്തിനേറെ റേഷൻ കടയിലെ അരി പോലും മോദിയുടെ അരി വന്നു എന്നാണ് റേഷൻ കടക്കാരൻ പറയുന്നത്. അങ്ങനെ നിരവധി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചവർ, തൊഴിലുറപ്പ് പദ്ധതിയുടെയൊക്കെ കൂലി വളരെ വളരെ ഉയർന്ന തോതിലാക്കിയത് മോദിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വർക്കും സുരേഷ് ഗോപിയുടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ
ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനവും കൂടി വിലയിരുത്തുമ്പോൾ സംശയിക്കേണ്ട, ഇത് ജനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പല വിധത്തിലുള്ള ജനങ്ങൾ, ഒരുപക്ഷെ മറ്റു പാർട്ടികളുടെ ജാഥയ്ക്ക് പോകുന്നവരുടെ വോട്ട് പോലും ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് നിങ്ങൾ എവിടെ പരിശോധിച്ചാലും, ഏത് രംഗത്ത് മാധ്യമ സുഹൃത്തുക്കൾ ഇറങ്ങി പരിശോധന നടത്തിയാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമൂഹം സംഘടിതമായിട്ട് താമസിക്കുന്ന ഒരു നിയോജക മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ്, തർക്കമില്ല. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിലുള്ള മാറ്റങ്ങൾ അത് വലിയ രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തനമായിട്ടുള്ള സാമുൽ മാത്യു സാറൊക്കെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പരസ്യമായിട്ട് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ BJPയുടെ സ്വാധീനം ഇത്തവണ, അല്ലെങ്കിൽ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം എന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇരിഞ്ഞാലക്കുട പോലെയുള്ള മണ്ഡലങ്ങളിൽ അത് വലിയ തരത്തിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തെ സംബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തപ്പൻ്റെ മഹാക്ഷേത്രവും ഇരിങ്ങാലക്കുട വലിയ പള്ളിയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടു കൂടി പോകുന്ന, അത് ഉത്സവമായാലും മറ്റേത് കാര്യങ്ങളാണെങ്കിലും ഒരുമിച്ച് കൂടി പോകുന്ന സംഗമ സ്ഥാനമാണ് അക്ഷരാർത്ഥത്തിൽ ഇരിങ്ങാലക്കുട. അതുകൊണ്ടാണ് ഇവിടെ ക്രൈസ്റ്റ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് വരുന്നവർ, പോലീസുകാരായിട്ട് വരുന്ന പല ആളുകളൊക്കെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നത് നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഒരു പുണ്യഭൂമിയാണ്. അപ്പൊ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ഭൂരിപക്ഷങ്ങളുടെ വോട്ട് എന്നുള്ള വേർതിരിവൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ കൃത്യമായ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ, ഗുരുജനങ്ങളായിട്ടുള്ള ആളുകൾ, അത് മുസ്ലിം വിഭാഗത്തിലെ ആണെങ്കിലും ഹിന്ദു വിഭാഗത്തിലെ ആണെങ്കിലും ഒക്കെ, ഇനി ഒരുവിധ ഇതിലും ഇല്ലാത്ത ആളുകളാണെങ്കിൽ എല്ലാവരുടെ ഗുരുജനങ്ങളും, ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് ആത്മീയാചാര്യന്മാർ വളരെ നല്ല ഒരു സമീപനമാണ് സുരേഷ് ഗോപിയോട് പുലർത്തിപ്പോന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. ആദ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇരിങ്ങാലക്കുട ബിഷപ്പ് ആണെങ്കിലും ജുമാ മസ്ജിദിലെ ഇമാം ആണെങ്കിലും അതുപോലെ SNDP NSS തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, കൂടൽമാണിക്യത്തപ്പൻ്റെ സ്ഥാപനങ്ങൾ, അങ്ങനെ എവിടെയും സുരേഷ് ഗോപിക്ക് ഒരു നിറഞ്ഞ സ്വീകാര്യതയാണ് ഉണ്ടായത്. അവിടെയൊക്കെ അദ്ദേഹം നല്ല സമയം ചെലവഴിക്കുകയും അവരോടൊക്കെ സൗഹൃദമായിട്ട് വികസനങ്ങളും അവരുടെയൊക്കെ ക്ഷേമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചൊരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഒരു കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയോട് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അകലമുണ്ടാക്കുന്ന തരത്തിൽ മറ്റു രണ്ട് മുന്നണികളും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നു. ഒരു പരിധിവരെ ചിലപ്പോഴൊക്കെ ആ ഒരു അകലം ഫീൽ ചെയ്തിരുന്നു. പക്ഷേ സുരേഷ് ഗോപിജിയുടെ വരവോടുകൂടി BJPയുടെ അവർക്കിടയിലുള്ള സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ഒരു ഈസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈസ്റ്റർ കാർഡുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വീടുകൾ കയറാൻ തുടങ്ങി. അങ്ങനെ പലതരത്തിൽ ക്രിസ്ത്യൻ സഹോദരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹൈന്ദവ സഹോദരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അത് ഉന്നതരാണെങ്കിലും അത് താഴേക്കടയിലുള്ളവർ ആണെങ്കിലും ശരി, നല്ല ഒരു മാറ്റം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് NDAക്ക് അതിലൊരാശങ്ക, എനിക്ക് ഒരു സ്ഥാനവും ഇരിങ്ങാലക്കുടയിലില്ല. സിംഹഭാഗം വോട്ടുകളും സുരേഷ് ഗോപിക്ക് ആ സ്നേഹത്തിൻ്റെയും വികസനത്തിൻ്റെയും നന്മയുടെയും കൂട്ടായ്മയുടെയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇത്തവണ വിലയിരുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടുകൂടി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഇലക്ഷൻ പ്രവർത്തനം നേരിട്ട ഒരാളെന്നുള്ള നിലയിൽ ഇരിങ്ങാലക്കുടയുടെ ഒരു ഭൂമിശാസ്ത്രമായ കാര്യങ്ങൾ എൻ്റെ എളിയ രീതിയിൽ ഞാനത് മനസ്സിലാക്കിയിടത്തോളം എനിക്ക് സൂചിപ്പിക്കാൻ. ഇപ്പോൾ ജനങ്ങളുടെ സർവേ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പിനിടയിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള നിരവധി അനുഭവങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതാക്കൾക്ക് ഉണ്ടായിട്ടുള്ളത്. ദിനംപ്രതി ഓഫീസിൽ മീറ്റിംഗ് കൂടുമ്പോഴും മറ്റു പല പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ ഒരു ഉത്സവ ആരവത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ടും നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ ലഭിച്ചു, ഒരു മാറ്റം വേണം എന്നുള്ള ചർച്ചകളും BJPയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത പല ആളുകളും ഞങ്ങളുമായിട്ടും ഞങ്ങളുടെ താഴെയുള്ള മറ്റു ബൂത്ത് ഘടകങ്ങളും മറ്റു സഹപ്രവർത്തകരുമായിട്ടൊക്കെ പങ്കുവെച്ച അനുഭവങ്ങൾ അവരൊക്കെ പറയാറുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൂടൽമാണിക്യോത്സവത്തിൻ്റെ ആറാട്ട് മറ്റുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എവിടെ പോകുമ്പോഴും, ഒരു ചായ കുടിക്കാൻ പോകുമ്പോഴും പുറത്തു വെച്ച് കാണുമ്പോഴും
നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഇത്തവണ സുരേഷേട്ടൻ ജയിക്കും, സുരേഷേട്ടൻ ജയിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ചർച്ച ചെയ്യുന്നതായിട്ട് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നോട് പല ആളുകളും, പല കുടുംബങ്ങളും, എൻ്റെ ബന്ധുക്കളായിട്ടുള്ള മറ്റു പൊളിറ്റിക്സിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് ഇത്തവണ സുരേഷ് ഗോപി ജയിക്കില്ലേ. അപ്പൊ അങ്ങനെ ഒരു ഉത്കണ്ഠ, ഒരു ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു പ്രാർത്ഥന ഉണ്ട് എന്നാണ് അത്തരത്തിലുള്ള ആ ഒരു ചർച്ചകളിലൂടെ അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുന്നതിലൂടെ മനസ്സിലാവുന്നത്. പാർട്ടിയുടെ വിലയിരുത്തലിലും എന്തു തന്നെയാണെങ്കിലും ഇത്തവണ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ അമരവരിയും ഇരിങ്ങാലക്കുടയിലൊക്കെ അതിശക്തമായ മുന്നേറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കൃത്യമായ വിലയിരുത്തൽ. വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചു. BJP സംബന്ധിച്ച് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറയുന്നത് പോലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വലിയ ഒരു ശക്തിയായിട്ട് BJP മാറിയിരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അത് തൃശ്ശൂർ മാത്രമല്ല പല മണ്ഡലങ്ങളിലും വിജയത്തോട് ഒപ്പമെത്തുകയും അല്ലെങ്കിൽ വിജയിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം തന്നെയായിരുന്നു ഇത്തവണത്തെ BJPയുടെയും അല്ലെങ്കിൽ അതോടൊപ്പം പൂർണ്ണമായിട്ടും സംഘപരിവാറും നടത്തിയതെന്നുള്ള തർക്കമില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കാനുണ്ട്. അത് എന്തായാലും നമ്മുടെ ചാനൽ വഴി ഉണ്ടാകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.